ഗ്രീസിലെ അതിമനോഹരമായ വളരെ പ്രിറ്റി ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് സാന്റോറിനി. നമസ്കാരം, ഞാൻ അർച്ചന ശങ്കർ. ഞാനൊരു ഡിസൈനർ, സ്റ്റൈലിസ്റ്റ്, ഇമേജ് കൺസൾട്ടൻ്റ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാൻ ജോയിൻ ചെയ്തതിൽ. അപ്പോൾ ഇവിടെ ആരെങ്കിലും പുതിയതായിട്ടാണെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് സബ്സ്ക്രൈബിങ്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്, ഗ്രീസിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഗ്രീസിൽ ഞാൻ 3 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്തത്. അതിലെ ആദ്യത്തെ സ്ഥലം ആഥൻസ് ആയിരുന്നു. ആഥൻസിന്റെ എപ്പിസോഡ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ഇറ്റ്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സാന്റോറിനി എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രിറ്റിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് സാന്റോറിനി. അപ്പോൾ ഈ സാന്റോറിനിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ട്രാവലോഗാണിത്. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും കാണാൻ വരണം. അതോടൊപ്പം തന്നെ അവിടുത്തെ ഞാൻ അവിടെ യൂസ് ചെയ്തിരുന്ന എല്ലാ ക്ലോത്ത്സിൻ്റെ, അവിടെ ഇട്ടിരുന്ന എല്ലാ ലുക്സിൻ്റെ ഒരു ലുക്ക് ബുക്കും കൂടി ആണിത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. ഞങ്ങൾ ആഥൻസിൽ നിന്ന് സാന്റോറിനി എത്തി. സാന്റോറിനിയിൽ ഞങ്ങൾ താമസിക്കാൻ ആദ്യം ചൂസ് ചെയ്ത സ്ഥലം കാമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അതൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വളരെ റഗ്ഗഡ് ആയിട്ടുള്ള വോൾക്കാനിക് ലാൻഡ്സ്കേപ്സ് ആണ്. അപ്പോൾ ഈ ബീച്ചസ്, കാമാരിയിലെ ബീച്ചസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കറുത്ത മണ്ണാണ്, പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി കല്ലുകളും. അപ്പോൾ അതുകൊണ്ട് ബീച്ചിൽ നടക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ തന്നെ നമ്മൾ അങ്ങോട്ട് യൂസ്ഡായി. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് എന്ന് പറയുന്നത് ബീച്ചിന്റെ ബാങ്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഇടാൻ തീരുമാനിച്ചത് ഒരു വൈറ്റ് കോട്ടൺ കഫ്താനാണ്. അത് ലേസ് ഒക്കെ പിടിപ്പിച്ച് നിറച്ച ടാസിൽസ് ഒക്കെ ഉള്ള. അതിൻ്റെ കൂടെ ഞാൻ ഓക്സിഡൈസ് ജ്വല്ലറി ആയിരുന്നു ഇട്ടിരുന്നത്. ഞങ്ങൾ അവിടെ ആദ്യത്തെ ദിവസം പുറത്ത് ബസ് കാത്തു നിന്നു ടൗണിലേക്ക്. അവിടെ നിറച്ച് ഈ ബഗീസ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ പുറത്താണ് യാത്ര ചെയ്തിരുന്നത്. ശങ്കർ ഒരു വൈറ്റ് ലിനൻ ഷർട്ടും ഒരു പിങ്ക് ഷോർട്സുമാണ് ഇട്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മാച്ച് ചെയ്തൊരു നല്ലൊരു സമ്മർ ഹാറ്റും വെയർ ചെയ്തിരുന്നു. ഞങ്ങൾ അങ്ങനെ ബസ് യാത്ര ചെയ്ത് ഒരു കുറച്ച് നേരം കൊണ്ട് ടൗൺ അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ ഇന്റർനെറ്റിലെ പിക്ചേഴ്സൊക്കെ കാണുന്നത് മുഴുവൻ ഈ ഇയയുടെ പിക്ചേഴ്സാണ് നമ്മൾ കാണുന്നത്. അത് ഇറ്റ് ഈസ് നോൺ ഫോർ ഒരു പോസ്റ്റ് കാർഡ് വില്ലേജ് എന്ന് വേണമെങ്കിൽ വിശേഷിക്കപ്പെടാം. അപ്പൊ അവിടെ ഫുള്ള് കാണാൻ പറ്റുന്നത് വൈറ്റ് വാഷ്ഡ് ഹൗസസും ലക്ഷറി ഹോട്ടൽസും ഒക്കെയാണ്. ഇതെല്ലാം തന്നെ ഈ ക്ലിഫ് ടോപ്സിന്റെ പുറത്താണ്. അതുകൊണ്ട് ഇത് മൊത്തത്തിനൊരു റഗ്ഗഡ് ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ട്. ഇവിടെ നിറച്ചും വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ കാൽഡേറ വോൾക്കാനിക് ഇറപ്ഷന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഈ സ്ഥലത്ത് മുഴുവൻ തന്നെ വൈറ്റ് ചേർച്ചസും വിത്ത് ബ്ലൂ ഡോംസ്. പടത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അത് കാണുന്നത്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നിറച്ചും കഫേസും സ്മോൾ ടാവേൺസും ഈട്രീസും ഒക്കെ ഉണ്ട്. നല്ല കോഫിയൊക്കെ കുടിച്ച് ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുറ്റിനും നിറച്ചും ആൾക്കാരും, നിറച്ചും ചെറിയ ചെറിയ ഷോപ്സും ഇതുപോലെയുള്ള പാർക്ക് വേസും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫെയറി ടെയിൽ സെറ്റിംഗ് ആയിരുന്നു. ഇതൊരു കംപ്ലീറ്റ്ലി പെഡസ്ട്രിയൻ ആയിട്ടുള്ള വില്ലേജ് ആണ്. നടന്നാൽ ഇത് മുഴുവൻ കാണണം. പക്ഷെ നമുക്ക് വി ഡോണ്ട് മൈൻഡ് വാക്കിംഗ്. രണ്ടാമത്തെ ദിവസം ഞാൻ ഇട്ടിരുന്നത് ഒരു പിങ്ക് ഡ്രസ്സാണ്. ഇക്കത്ത് ഡിസൈൻസ് പാച്ച് വർക്കും ഉള്ള ഒരു പിങ്ക് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത്. അതിൻ്റെ കൂടെ ഡാംഗ്ലിംഗ് ആയിട്ടുള്ള ബീഡ്സിന്റെ ഡാംഗ്ലിംഗ് ഇയറിങ്സ്, വളരെ പഴയതാണിത്, അതാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. ഒരു ഹാറ്റും ചൂസ് ചെയ്തു, കാരണം ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഹാറ്റ് ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ. എന്നിട്ട് ഞങ്ങൾ പോയത് പിർഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. പിർഗോസ് എന്ന് പറഞ്ഞൊരു മൗണ്ടിന്റെ പുറത്തായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ ചുറ്റിനും നിറച്ചും ഈ മുന്തിരിത്തോട്ടങ്ങളാണ്. ഈ മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കുഞ്ഞു കുഞ്ഞു ചെടികളാണ്, അല്ലാതെ വലിയ ചെടികളല്ല.
ശങ്കർ ഒരു ഡെനിം ബ്ലൂ ഷർട്ടും ഒരു റെഡ് ഷോർട്സും ആണ് ഈ ദിവസം പോകുന്ന വഴി. ഒരുപാട് വൈൽഡ് ഫ്ലവേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും ഒക്കെ ഉണ്ടായിരുന്നു. വിൻഡ് മിൽസ് ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം എൻജോയ് ചെയ്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതുപോലെ ചെറിയ ചെറിയ ചേർച്ചസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കണം, പക്ഷെ നമുക്ക് ആ പരിസരത്ത് നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതായത് നമ്മൾ ഈ പിർഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അത് ഏകദേശം ഈ ആ ടൗൺ പോലെ തന്നെയാണ്, പക്ഷെ ഒട്ടും തിരക്കില്ല. ചെറിയ ചെറിയ കുഞ്ഞു വഴികളും സീക്രട്ട് ആലീസ് ആൻഡ് എങ്ങോട്ട് പോയാലും ചെറിയ കുറേ വീടുകളും അടച്ചിട്ടിരിക്കുന്ന വീടുകളും ഫുള്ള് വെള്ളയും നീലയും കളറിലാണ് ഇത് മുഴുവൻ. പിന്നെ കുഞ്ഞു ബുട്ടീക്സ്, ചെറിയ ചെറിയ കഫേസ്, ഇതെല്ലാം ഉണ്ട്. ആ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ പോകാനായിട്ട് നല്ല രസമാണ്. ഒരു മെയ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ വഴികളിലൂടെയൊക്കെ പോയി വഴി തെറ്റി അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അവിടെ ഇത് പ്രത്യേകത വെച്ചാൽ ഒട്ടും ക്രൗഡഡ് അല്ല, പോലെ ഒട്ടും ക്രൗഡഡ് അല്ല. ഞങ്ങൾ അവിടെ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെയും കണ്ടു. ഫോട്ടോഗ്രാഫ് സെഷനൊക്കെ വേണ്ടി ആൾക്കാർ അവിടെ ഒരുപാട് വരാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫേമസ് ആയിട്ടുള്ള സാന്റോ വൈൻസിലേക്കാണ്. ഇതൊരു വളരെ വലിയൊരു വൈനറിയാണ്. വളരെ സ്റ്റണ്ണിങ് വ്യൂസ് ഉള്ളൊരു വൈനറിയാണ്. അവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാൽഡറൈൻ ക്ലിഫ്സ് ഒക്കെ കാണാം. അത് സാന്റോറിനിയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു വൈനറിയാണ്. അവിടെ ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്ത് സൺസെറ്റ് കാണാനായിട്ടാണ് ആൾക്കാർ അവിടെ വരുന്നത്. സ്റ്റണ്ണിങ് ആയിട്ടുള്ള സൺസെറ്റ്സ് ആണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ദിവസം ഞാൻ ഒരു ബ്ലൂ കോട്ടൺ ഷീറ്റ് ഡ്രസ്സാണ് വെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് ഈ ഒരു ട്രിപ്പിന് വേണ്ടി തന്നെ തുന്നിച്ചാണ്. ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ബീച്ചി ഫീലിലാണ് അത് ചെയ്തിരുന്നത്. ഞാൻ കുറച്ച് റിങ്സ് ഇതിൽ വെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രീസിൽ നിന്ന് തന്നെ വാങ്ങിച്ച റിങ്സ് ആണ്. അതുപോലെ ഒരു നൈസ് ആങ്ക്ലെറ്റ് ഓൾസോ. പിന്നെ ഈ ചെരുപ്പ് വളരെ ഉപയോഗമായി. നല്ല സ്ട്രോങ് ആണ്, കളർഫുൾ ആണ്, പക്ഷേ നല്ലോണം നടക്കാൻ എന്നെ സഹായിച്ചിരുന്നു. ഞങ്ങൾ നേരെ ബസ് പിടിച്ച് പോയത് അക്രോത്രി എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ അക്രോത്രി നിറച്ചും ഒരു പെബിൾസും ഒക്കെ ഉള്ള ഒരു വോൾക്കാനിക് റോക്കൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫുള്ള്. അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ഒക്കെ ബാക്കി പത്രമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നല്ലോണം കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് ആ വേവ്സ് ഒക്കെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ലോസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. വെയിലാണെങ്കിലും നമുക്ക് അതൊന്നും അത്ര തോന്നില്ല, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ വൈൽഡ് ഫ്ലവേഴ്സും പിന്നെ അവിടെ നിന്ന് സീ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രിസ്റ്റീൻ ബ്ലൂ കളറിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നത് ഈ അക്രോത്രി ഏരിയ പോയത് തന്നെ റെഡ് ബീച്ച് കാണാനാണ്. വളരെ ഫേമസ് ആണ് ഈ റെഡ് ബീച്ച്. അപ്പോൾ ഈ റെഡ് ബീച്ച് ഇതിൽ മുഴുവൻ കറുത്തും ചുമന്ന കളറിലായിട്ടുള്ള മണലാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി റെഡ് ബീച്ചിലേക്ക് ഇറങ്ങാൻ കുറച്ച് ഇന്നാക്സസിബിലിറ്റി ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഈ വേ സൈഡ്, സ്ട്രീറ്റ് സൈഡ് ഇങ്ങനത്തെ മ്യൂസിഷ്യൻസ് ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് അതിൻ്റെ മേളിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. സോ കുറേ നല്ലൊരു അനുഭവമായിരുന്നു. സാന്റോറിനിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കണ്ടു. എൻ്റെ എല്ലാ ലുക്ക് ബുക്കും നിങ്ങൾ കണ്ടു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കണ്ട, പ്ലീസ് സബ്സ്ക്രൈബ് റൈറ്റ് അവേ. ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ഞെക്കണം. ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡ് ഈസ് ഓൺ ക്രീറ്റ്. പിന്നെ ഒരു എപ്പിസോഡ് കൂടിയുണ്ട്, അത് ഒരു രഹസ്യമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം. സോ സ്റ്റേ ട്യൂൺ ടു സീ ദാറ്റ്. Till then, signing off, Archana Shankar.